അപ്പോൾ എനിക്ക് പിസ്സ കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി. അപ്പോൾ പെട്ടെന്ന് ഒന്ന് തയ്യാറാക്കാന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. ചേട്ടൻ എല്ലാം മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് നമ്മൾ ബ്രെഡ് പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ച മൈദ മാവിലൊന്നും ഉണ്ടാക്കി കഴിക്കാൻ എനിക്ക് വളരെ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും. അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് ഒക്കെ സാധാരണ പിസ്സയിൽ നമ്മൾ പച്ചക്കാണ് ചേർക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക, അങ്ങനെ ചെയ്യാം. പക്ഷെ എനിക്കത് കഴിക്കാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പച്ചക്ക് കഴിക്കാൻ ചിലപ്പോൾ സ്മെല്ലൊന്നും ഇഷ്ടപ്പെടില്ല, ചുവയൊന്നും ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ വോമിറ്റിങ് ചാൻസ് ഉണ്ട്. 2-3 ദിവസമായിട്ട് വോമിറ്റിംഗ് ഇല്ല. അപ്പൊ വെറുതെ ഇത് കഴിച്ച് വീണ്ടും വരുത്തിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ജസ്റ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഒരു സവാളയും ടൊമാറ്റോയും ഒരു ക്യാപ്സിക്കവും എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ബട്ടറിലൊന്ന് സോൾട്ട് ചെയ്തെടുക്കുക. അതിൽ കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ചേർക്കണം കേട്ടോ. പക്ഷെ അങ്ങനെ നമ്മൾ നോർമലി പിസ്സയിൽ ചേർക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഉപ്പ്, ജസ്റ്റ് ഒന്ന് കുരുമുളകും ഇതൊക്കെ ചേർക്കണം. പക്ഷെ ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങും. അപ്പൊ ആ വെള്ളം നമ്മളൊന്ന് വറ്റിച്ച് കളയണം. കാരണം തക്കാളിയൊക്കെ നമ്മളിങ്ങനെ അരിഞ്ഞിട്ടത് കൊണ്ട് ഇങ്ങനെ നല്ല തീയിൽ വെച്ചൊന്ന് കുക്ക് ചെയ്യുന്നതുകൊണ്ട് വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കുക, തീ കൂട്ടി വെച്ച് വറ്റിച്ചെടുക്കുക. കുരുമുളക് ഇട്ടിട്ടുണ്ട്. കുരുമുളക് ആവശ്യത്തിന്, എരിയൊന്നും അധികം ഈ സമയത്ത് കഴിക്കാൻ പാടില്ല എന്ന് പറയണേ. അതുകൊണ്ടൊക്കെ ഞാൻ കുരുമുളക് വളരെ കുറച്ച് മാത്രമേ അതിൽ ചേർത്തിട്ടുള്ളൂ. അപ്പൊ ചേട്ടൻ അടുത്ത് നിൽക്കുന്നുണ്ട്. ചേട്ടൻ പറയുന്നുണ്ട് നീ ഇരിക്കും, ഞാൻ ചെയ്യാം. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞു. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം. കുക്കായിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് കഴിക്കാൻ പറ്റുന്ന രീതിക്കൊന്ന് കുക്കായാൽ മതി. ഓവറായിട്ട് കുക്ക് ചെയ്യണമെന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ടേസ്റ്റ് പിടിക്കില്ലെന്ന് അറിയില്ലല്ലോ, ഇല്ലെങ്കിൽ വെറുതെ കഷ്ടപ്പെട്ടുണ്ടാക്കി കഴിച്ചാൽ ഛർദ്ദിച്ച് കളയേണ്ടി വരും. പിന്നെ അടുത്ത് ബട്ടറിൽ 2 മുട്ട ഒന്ന് ജസ്റ്റ് ചിക്കി എടുക്കണം. സാധാരണ ചില ആൾക്കാർ ബ്രെഡിലൊക്കെ പിസ്സ ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മുട്ടയിലും പാലും പഞ്ചസാരയൊക്കെ ചേർത്ത് അതിൽ മിക്സ് ചെയ്ത് ഫ്രൈ പാനിൽ വെച്ചിട്ട് അവരങ്ങനെ തിരിച്ചിട്ട് പിന്നെ അതിൽ സോസും എല്ലാ സാധനങ്ങളും ചേർത്തൊക്കെയാണ് യൂട്യൂബിൽ ഞാൻ കണ്ടത്. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. കാരണം അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പറ്റുന്നില്ല, പച്ചമുട്ടയും പാലൊക്കെ ചേർത്തതേ. അപ്പൊ പിന്നെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ പിന്നെ ഈ മുട്ടയിലും കുറച്ച് ഉപ്പും കുരുമുളകും ചേർക്കണം. ഞാൻ അതിലും കുറച്ച് ഉപ്പും കുരുമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. കാരണം ഉപ്പും കുരുമുളകൊക്കെ കുറച്ച് ഇപ്പൊ കഴിക്കാൻ പാടുള്ളൂ. ഉപ്പൊന്നും അധികം കഴിക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ കുറച്ച് മല്ലിയെല്ലാം കൂടെ അതിൽ ചേർക്കുക. മല്ലിയിലേക്ക് എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ്. സത്യം പറഞ്ഞാൽ അതൊക്കെ ഇട്ട് കഴിച്ച് ഛർദ്ദിക്കുന്നുള്ള പേടി ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും കഴിക്കണമെന്ന് ആദ്യം തോന്നിയില്ലേ. അപ്പൊ പിന്നെ എന്തായാലും ഉണ്ടാക്കുന്നു വിചാരിച്ചു. പിന്നെ നമ്മൾ ബ്രെഡിൽ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രൈ പാനിലാണ് കേട്ടോ ചെയ്യുന്നത്. ഓവനുണ്ട്. പിന്നെ എനിക്ക് മടി, പ്ലഗൊക്കെ എടുത്ത് കൊടുക്കണം. അവിടെ ഇരുന്നാലും നമ്മൾ മാറ്റി ഇപ്പോഴത്തെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ചേട്ടൻ പറഞ്ഞു വേണമെങ്കിൽ മാറ്റി വെക്കാന്ന്, നമുക്ക് അതിൽ ചെയ്യാം. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എടുത്തില്ലേ, നമുക്ക് ഇനി തന്നെ ചെയ്യാം, വേറൊരു ദിവസം നമുക്ക് ഓവനിൽ ചെയ്യാന്ന് പറഞ്ഞു. അതിലാണെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ തീരും കേട്ടോ. ഒരു 3, 4, 5, 6 ഒക്കെ ഒറ്റ സ്റ്റെപ്പിൽ തീരും. ഇതിലാണെങ്കിൽ 2 വെച്ചിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് ബട്ടറൊക്കെ വളരെ കുറച്ച് മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഒരുപാടൊന്നും കഴിക്കാൻ പാടില്ല ഈ സമയത്ത്. അപ്പോൾ 4 മാസമേ ആയിട്ടുള്ളൂ. അപ്പൊ അതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ചെയ്യാന് ശേഷം അവിടെയാണ് ഞാൻ ഈ വെജിറ്റബിൾസ് ഒക്കെ എല്ലാം വെക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ടൊമാറ്റോ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. ടൊമാറ്റോയും ഈ ക്യാപ്സിക്കം ഇതൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു നേരത്തെ. പക്ഷെ ഇപ്പം അത് കഴിക്കാൻ പറ്റൂല്ലെന്നൊന്നും അറിയില്ല. എന്നാലൊരു ടെൻഷനോട് കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കഴിക്കാൻ പറ്റൂല്ലെന്നൊന്നും അറിയില്ലല്ലോ. എന്നിട്ട് നമ്മൾ ആ വഴറ്റി വെച്ചിരിക്കുന്ന കൂട്ടൊക്കെ ഒന്ന് ഇതിലിട്ട് വെച്ചെടുക്കാം, വെജിറ്റബിൾസ് ഒക്കെ. പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, അത് ടേസ്റ്റ് ഉണ്ട്. ഉപ്പും കുരുമുളക് മാത്രം ഇട്ടെങ്കിലും കഴിക്കാൻ നല്ലതാ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പാടൊന്നും പറഞ്ഞ ആരും ചെയ്യാതൊന്നും ഇരിക്കരുത്, ജസ്റ്റ് ചെയ്ത് നോക്ക്.
നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമൊന്നുമില്ല. സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് മുകളിലേക്ക് അടുത്ത് കുറച്ച് മുട്ട വെച്ച് കൊടുക്കുക. പിന്നെ ക്രഷ്ഡ് ചില്ലി അതും ചേട്ടൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് കുറച്ച് മാത്രം. എരിവുണ്ട് സാധനം, നല്ല എരിവുള്ള ഉള്ളതാണ് അത്. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ചീസ്, മറ്റേ ഗ്രേറ്റ് ചെയ്യുന്ന ചീസ് കിട്ടിയില്ല, ഷീറ്റാണ് കിട്ടിയത്. മിൽക്കി മിസ്റ്റിന്റെ ഷീറ്റാണ് കിട്ടിയത് ചീസ്. അപ്പൊ അതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് വെച്ചെടുത്തുള്ളൂ. ഇതൊക്കെ അധികം കഴിക്കാൻ പാടുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. വളരെ കുറച്ച് മാത്രമേ വെച്ചു കൊടുത്തിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. ഇത് പെട്ടെന്ന് മെൽറ്റ് ആവില്ല കേട്ടോ. ഇനി ഒരു ദിവസം ഓവനിൽ ചെയ്ത് നോക്കണം. ഇത് പെട്ടെന്ന് മെൽറ്റ് ആവില്ലെന്ന് അറിയില്ല. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. പെട്ടെന്ന് മെൽറ്റ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണിത്. അല്ലേ, ഇതാണ് ഫൈനൽ ലുക്ക്. അടുത്ത് കൊള്ളാമോ? നമ്മുടെ വീട്ടിലുണ്ടാക്കിയാലോ ഒന്നും കളർന്നും ചേർത്തിട്ടില്ല. ഉള്ളാട്ടടിക്ക് ഇദ്ദേഹത്തിന്റെ ക്യാമറയിലേക്ക് പോകുന്നില്ല. കാരണം എനിക്കും ഞാൻ എന്റെ പൊന്നേ